ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ചപ്പാത്തി ബാക്കിയായാലൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ ആയിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോവല്ലേ. തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാനിവിടെ ചപ്പാത്തിയുടെ കൂട്ടാണ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ 1/4 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഏകദേശം 1/4 ടീസ്പൂൺ ഉപ്പ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഒരു ചെറിയ എരിവ് കിട്ടാനായിട്ട് ഞാനിവിടെ 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നത് ഓപ്ഷനിലാണ്. ഞാനിപ്പോൾ ഇവിടെ എക്സ്ട്രാ ആയിട്ട് ചേർത്ത് കൊടുത്തേ ഉള്ളൂ. നിങ്ങൾ സാധാരണ ചപ്പാത്തി കൂട്ട് കുഴച്ചെടുക്കുന്ന പോലെ കുഴച്ചെടുത്താൽ മതി. വെള്ളം കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് നമുക്ക് കുഴച്ചെടുക്കാം. ആദ്യം ആ ഒരു എണ്ണ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷമാണ് ഞാനിവിടെ വെള്ളം കുറച്ചായി ഒഴിച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ട് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് കൂട്ട് തയ്യാറാക്കി എടുത്തതിന് ശേഷം നമുക്കിത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ആ ഒരു സമയത്ത് നമുക്കിതിൻ്റെ ഫില്ലിംഗ് തയ്യാറാക്കിയെടുക്കാം. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഫില്ലിംഗാണ് ഇതിനായിട്ട് തയ്യാറാക്കിയെടുക്കുന്നത്. ഇതുപോലെ ചപ്പാത്തിക്കൂട്ട് തയ്യാറാക്കിയെടുക്കണമെന്ന് നിർബന്ധമില്ല. ബാക്കി വന്ന ചപ്പാത്തി ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാലും മതിയാകും. അപ്പോൾ ഫില്ലിംഗ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിന് നന്നായിട്ടൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റിയെടുക്കാം. ഒരുപാട് ലോ ഫ്ലെയിമിൽ വെക്കേണ്ട ആവശ്യമില്ല. സവാളയൊക്കെ ചെറുതായിട്ട് വാടി വരുമ്പോൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ചതച്ചിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടെ വീണ്ടും നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നല്ലപോലെ വഴറ്റിയെടുക്കാം. ആ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം നന്നായിട്ട് മാറി വന്നാൽ മാത്രം മതി. അപ്പോൾ ഇതിപ്പം പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പച്ചക്കറികളാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ക്യാബേജും ക്യാപ്സിക്കും ക്യാരറ്റും ആണ് എടുത്തിരിക്കുന്നത്. ഒരു ചെറിയ കഷ്ണം ക്യാബേജാണ് എടുത്തത്. ക്യാപ്സിക്കം ഒരു മീഡിയം വലുപ്പത്തിലുള്ള ക്യാപ്സിക്കും ഒരു ചെറിയ ക്യാരറ്റും ചെറുതായിട്ടാണ് എല്ലാം അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഈ ഒരു പച്ചക്കറി ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ എരിവിന് പാകത്തിന് 1.5 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ സോട്ടിംഗ് ഒക്കെ ചെയ്യുന്നത്. ഈ ഒരു പച്ചക്കറിയുടെ ക്രഞ്ചിനെസ് മാറേണ്ട ആവശ്യമില്ല. അതിലെ വെള്ളപ്പറ്റൊക്കെ നന്നായിട്ട് മാറി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ പാകത്തിന് റെഡിയായി വന്നിട്ടുണ്ട്. അതിൻ്റെ വെള്ളപ്പറ്റൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇതുപോലെ വെള്ളപ്പറ്റൊക്കെ മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് വഴറ്റിയെടുത്തിട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ആ ഒരു സമയത്ത് നമുക്ക് ചപ്പാത്തി പരത്തിയെടുക്കാം. കൂട്ട് ഞാനിവിടെ ഏകദേശം ആ ഒരു ഫില്ലിംഗ് തയ്യാറാക്കിയെടുക്കുന്ന അത്രയും സമയമാണ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചത്. കൂട്ട് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. മീഡിയം വലുപ്പത്തിലുള്ള 3 ഉരുളകളാണ് ഈ ഒരു അളവിന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുക. 3 ചപ്പാത്തി മാത്രമേ നമുക്ക് ഇതിനായിട്ട് ആവശ്യമായിട്ടുള്ളൂ. അതുകൊണ്ടാണ് 3 ഉരുളകൾ തയ്യാറാക്കിയെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് സാധാരണ ചപ്പാത്തി പരത്തുന്നത് പോലെ പരത്തിയെടുക്കാം. കുറച്ച് ഗോതമ്പ് പൊടിയിൽ ഡസ്റ്റ് ചെയ്തിട്ട് നല്ല നേർത്ത് തന്നെയാണ് ഞാനിവിടെ പരത്തിയെടുക്കുന്നത്. ഒരുപാട് കനം കുറച്ച് പരത്തിയെടുക്കേണ്ട ആവശ്യമില്ല. ഒരു അല്പം കനത്തിൽ. അപ്പോൾ ഈ ഒരു രീതിക്ക് ഞാനിവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഈ ഒരു കനത്തിലാണ് ഞാനിവിടെ പരത്തിയെടുത്തിരിക്കുന്നത്. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ പരത്തിയെടുത്ത് നമുക്ക് ചുട്ടെടുക്കാം. സാധാരണ നമ്മൾ എങ്ങനെയാണോ ചപ്പാത്തി ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെയാണ് തയ്യാറാക്കിയെടുത്തിരിക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഇവിടെ ചപ്പാത്തി ബാക്കിയായതാണുള്ളതെങ്കിൽ അത് ഉപയോഗിച്ചാൽ മതി. ഇതിപ്പോൾ ഞാനിവിടെ ഫ്രഷ് ആയിട്ടുള്ളത് ഉണ്ടാക്കിയിട്ട് തയ്യാറാക്കിയെടുത്തതുകൊണ്ടാണ് ചപ്പാത്തി പരത്തിയിട്ട് തയ്യാറാക്കിയെടുത്തിരിക്കുന്നത്. ഇതേപോലെ 2 ഭാഗവും നന്നായിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങനെ ബ്രൗൺ കളറൊന്നും ആക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു പാകത്തിനാക്കി കിട്ടിയാൽ മതി. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്കിയുള്ള ചപ്പാത്തിയൊക്കെ തയ്യാറാക്കിയെടുക്കാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു വെജിറ്റബിളിൻ്റെ മിക്സ് നല്ലപോലെ ചൂടാറി വന്നതിന് ശേഷം അതിലേക്ക് 2 മുട്ടയാണ് ഞാനിവിടെ പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിരിക്കുന്നത്. അത് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് ഉപ്പ് പാകത്തിന് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തോളൂ. അഥവാ കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതാണ് നമ്മളുടെ ഫില്ലിങ്. ഇനി ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. പാൻ ഒന്ന് ചെറുതായി ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ബട്ടറാണ് ഞാനിവിടെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു ചപ്പാത്തി ആദ്യം വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്കായിട്ട് ചീസാണ് വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ചീസ് ഉപയോഗിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ സോസ് ഉപയോഗിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ മയോണൈസ് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ഒരു ചപ്പാത്തിയും കൂടെ വെച്ച് കൊടുക്കാം. നമ്മൾ ബേസിൽ 2 ചപ്പാത്തി വെച്ച് കൊടുക്കുന്നത് ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പോൾ അടിയിലത്തെ ചപ്പാത്തി കരിഞ്ഞു പോവാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം ആ ഒരു 2 ചപ്പാത്തിയും സ്റ്റിക്കായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നടുഭാഗത്തേക്കായിട്ട് ചീസോ അല്ലെങ്കിൽ മയോണൈസോ സ്പ്രെഡ് ചെയ്യണമെന്ന് പറയുന്നത്.
ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു വെജിറ്റബിളിൻ്റെ മിക്സ് മുഴുവനായിട്ടും തന്നെ ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും ചീസാണ് ഇട്ട് കൊടുക്കുന്നത്. ചീസ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഒഴിവാക്കിയാലും കുഴപ്പമൊന്നുമില്ല. ചീസ് നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം മൂന്നാമത്തെ ചപ്പാത്തി ഇതിൻ്റെ മുകളിലേക്കായിട്ട് വെച്ച് കൊടുക്കുക. ഒന്ന് ജസ്റ്റ് അമർത്തി കൊടുക്കുക എല്ലാ ഭാഗത്തും. മുട്ട കുറച്ചൊക്കെ ഒഴുകി വന്നിട്ടുണ്ടാകും, അതൊന്നും കുഴപ്പമില്ല. ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും ചീസാണ് ഇട്ട് കൊടുക്കുന്നത്. ചീസ് ഇട്ട് കൊടുക്കണ്ടെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയാലും കുഴപ്പമില്ല. ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് വേവിച്ചെടുക്കാം. വേവിച്ചെടുക്കാൻ വേണ്ടി പോകുന്നത് അടിയിലൊരു തവ വെച്ചിട്ടുണ്ട്. പഴയൊരു തവയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ ഒരു തവയുടെ മുകളിലേക്കായിട്ടാണ് ഈ ഒരു പാൻ വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ മൂടിയിൽ ഹോൾ ഉണ്ടെങ്കിൽ അതൊന്ന് അടച്ചു കൊടുത്തോളൂ. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 15 മിനിറ്റ് നേരമാണ് ഇത് കുക്ക് ചെയ്യാൻ വേണ്ടി വേണ്ടുന്നത്. ആ ഒരു സമയമാകുമ്പോഴേക്കും മുകളിൽ ഇട്ട് കൊടുത്ത ചീസൊക്കെ നല്ലപോലെ മെൽട്ടായി വന്നിട്ടുണ്ടാകും. അടിയിലത്തെ ആ ഒരു ബേസ് കൊടുത്തിരിക്കുന്നത് നല്ല ക്രിസ്പി ആയിട്ടും വന്നിട്ടുണ്ടാകും. 15 മിനിറ്റാണ് ഇതിൻ്റെ കുക്കിംഗ് ടൈം. നിങ്ങൾക്കിത് ഓവനിൽ വെച്ചും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ചൂടൊക്കെ ആറി വന്നതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ നിന്നും ശരിക്കും ഒരു പീസ് മതി നല്ല പോലെ വയറ് നിറയാൻ വേണ്ടിയിട്ട്. ഉള്ളിലത്തെ ഫില്ലിംഗ് ആയാലും തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല. ഫില്ലിംഗ് നമ്മൾ സോട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അതിലെ വെള്ളം ഇറങ്ങി വന്നിട്ട് കുക്കിംഗ് ടൈം കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ദാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ ഈ ഒരു പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉള്ളിലത്തെ ഫില്ലിംഗ് ഒക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അടിയിലത്തെ ചപ്പാത്തിയുടെ ബേസ് ആണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒട്ടും കരിഞ്ഞൊന്നും പോയിട്ടില്ല. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ചപ്പാത്തിയൊക്കെ ബാക്കി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റിയ റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.